സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന് മുന്നിൽ ആകെ വിയർത്ത് നിൽക്കുകയാണ് ട്രംപ്. ഊരാനും നീങ്ങാനും പറ്റാത്ത അവസ്ഥയെന്ന് പറയാം. ഈ ഘട്ടത്തിലാണ് ട്രംപിന് ഇറാനെ ആക്രമിച്ചതിലൂടെ മറ്റെന്തെങ്കിലും അദൃശ്യ ലക്ഷ്യമുണ്ടായിരുന്നോ എന്ന ചർച്ച ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും ട്രംപ് ചൈനയിൽ പോയി വന്നതിന് ശേഷം ഇറാനും അവരുടെ ആണവശേഷിയും മാത്രമായിരുന്നു ട്രംപിന്റെ ഉന്നം. ട്രംപിന്റെ രഹസ്യ അജണ്ട മുൻകൂട്ടി കണ്ടാണോ ഇറാൻ ഹോർമുസ് കുരുക്ക് ആദ്യമേ പ്രയോഗിച്ചത്? എന്തായാലും ഇതോടെ ട്രംപിന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. ദിവസങ്ങൾ കൊണ്ട് തീർക്കാമെന്ന് കരുതിയ യുദ്ധം 3 മാസം പിന്നിട്ട് നിൽക്കുമ്പോൾ ലോകം ഒരു മഹാമാന്യത്തിന്റെ വക്കിലുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദിവസ ബജറ്റിന് താളം തെറ്റിക്കുന്ന രീതിയിൽ പ്രതിസന്ധി അടുക്കളവാതിക്കൽ മുട്ടിവിളിക്കുകയാണ്. സത്യത്തിൽ ഇറാനും അവരുടെ ആണവശേഷിയും മാത്രമായിരുന്നില്ല അമേരിക്കയുടെ ലക്ഷ്യം. അതിനും അപ്പുറമുള്ള അദൃശ്യ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് അമേരിക്ക യുദ്ധത്തിനിറങ്ങിയത്. അത് ചൈനയായിരുന്നു. എന്തിനാണ് ചൈനയെ ട്രംപ് ലക്ഷ്യമിട്ടത്? ഇറാൻ യുദ്ധവുമായി അത് എങ്ങനെയാണ് കണക്റ്റ് ആകുന്നത്? ഹോർമൂസിൽ തട്ടി നിൽക്കുന്ന ഈ സംഘർഷം ഇങ്ങനെ എത്തും പിടിയില്ലാതെ നീണ്ടുപോയാൽ ലോകത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? യുദ്ധം ചെയ്തും എതിരാളിയെ തരിപ്പണമാക്കിയും വലിയ പരിചയസമ്പത്തുള്ള അമേരിക്കയുടെ യുദ്ധതന്ത്രം ഇറാന് മുന്നിൽ എവിടെയാണ് പിഴച്ചത്? ഇക്കാര്യങ്ങളെ വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. ആദ്യം ട്രംപിന്റെ അദൃശ്യ ലക്ഷ്യത്തിലേക്ക് തന്നെ വരാം. ഇന്ധന കാര്യത്തിൽ ഇപ്പോൾ സ്വയം പര്യാപ്തമാണ് അമേരിക്ക. പക്ഷേ ഊർജ്ജ ആവശ്യം വളരെ കൂടി വരുന്ന സാഹചര്യമാണ് അമേരിക്കയിലുള്ളത്. അതുകൊണ്ട് തങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് ആവശ്യമായ ഊർജ്ജം, അതായത് ഇന്ധനം കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനിലും അമേരിക്ക സൈനിക നീക്കം നടത്തിയത്. അതിൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് മാത്രം. അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതി. സാമ്പത്തിക യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിക്കാനുള്ള തന്ത്രം കൂടിയായിരുന്നു അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ യുദ്ധം എന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. സ്വന്തം ഊർജ്ജ ലഭ്യത കൂട്ടുക, മറുഭാഗത്ത് സാമ്പത്തിക എതിരാളിയായ ചൈനയുടെ ഊർജ്ജ ലഭ്യത കുറയ്ക്കുക, അതായിരുന്നു ട്രംപിന്റെ രഹസ്യ പദ്ധതി. അതിലൂടെ ചൈനയുടെ ഉൽപ്പാദന രംഗത്തെ മേധാവിത്വത്തെ തകിടമറിക്കുക, അതാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. അതെങ്ങനെ ഇറാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മലാക്ക കടലിടുക്ക്, പനാമ കനാൽ, പിന്നെ ഹോർമൂസ് കടലിടുക്ക് തുടങ്ങിയ ലോകത്തിലെ പ്രധാന ഊർജ്ജപാതകളിൽ ചൈനയ്ക്കുള്ള മേധാവിത്വം തകർക്കുകയാണ് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഹോർമൂസിലെ കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് ഇറാനെതിരെ ആക്രമണം നടത്തിയത്. വെനസ്വേലയെ പോലെ ഇറാനിലും മേധാവിത്വം ഉറപ്പിച്ച് അവരുടെ ഇന്ധനത്തെ വീണ്ടും ആഗോള വിപണിയിലേക്ക് കൊണ്ടുവന്നാൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് അമേരിക്ക കരുതിയത്. ഇറാൻ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 90% വിലക്കിഴിവിൽ വാങ്ങുന്നത്, വൻ വിലക്കിഴിവിൽ വാങ്ങുന്നത് ചൈനയാണ് എന്നതാണ് അതിനൊപ്പം മനസ്സിലാക്കേണ്ട കാര്യം. അത് ചൈനയും ഇറാനും തമ്മിലുള്ള പല കരാറുകളുടെ, പ്രതിരോധ കരാറുകളുടെ സ്വാധീനം കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ പിടിമുറുക്കുകയും ഇറാനിയൻ എണ്ണ മുഖ്യധാരാ വിപണിയിലേക്ക് തങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ ചൈനയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നത്, ഇറാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നത് എന്നേക്കുമായി തടയാം. അതായിരുന്നു ട്രംപിൻ്റെ മനസ്സിലിരിപ്പ്. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ തങ്ങളുടെ കൈപ്പിടിയിലില്ലാത്ത, തങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരേ ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം തകർക്കുകയും ട്രംപിൻ്റെ ലക്ഷ്യമായിരുന്നു. ഇതെല്ലാം ഒരുമിച്ച് സാധ്യമാക്കാനാണ് ഗൾഫ് രാജ്യങ്ങളുടെ ആകെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് നെതന്യാഹുവിൻ്റെ വാക്കിൽ മാത്രം വിശ്വസിച്ച് ട്രംപ് ഇറാനെ ആക്രമിച്ചത്. പക്ഷേ കണക്കുകൂട്ടലെല്ലാം ഇറാൻ പാടെ തെറ്റിച്ചു. ഈ ആക്രമണം വർഷങ്ങളായി കാത്തിരുന്ന ഇറാൻ്റെ തന്ത്രങ്ങളിൽ ട്രംപും നെതന്യാഹുവും ആകെ പതറി. ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങൾക്ക് ആളും അർത്ഥവും നൽകി ചൈനയും പിന്നിലുണ്ടായിരുന്നു. ഒടുവിൽ ആരെയാണോ ട്രംപ് ഇറാൻ ആക്രമണത്തിലൂടെ അദൃശ്യമായി ലക്ഷ്യമിട്ടത്, അതേ ചൈനയുടെ സഹായം തന്നെ തേടേണ്ട അവസ്ഥ ട്രംപിന് വന്നു എന്നതാണ് ഏറെ രസകരമായ, കൗതുകകരമായ കാര്യം. ഇനി ഇറാനെ ലക്ഷ്യമിട്ട ട്രംപിന് പാളിയത് എവിടെയായിരുന്നു? അത് ഹോർമൂസ് കടലിടുക്കിലായിരുന്നു എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഹോർമൂസ് അടച്ചുപൂട്ടിയ ഇറാൻ നടപടിയാണ് അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളെല്ലാം തരിപ്പണമാക്കിയത്. യുദ്ധം തുടങ്ങിയാൽ തങ്ങളുടെ അവസാന തന്ത്രമെന്ന നിലയിൽ, അതായത് പിടിച്ചു നിൽക്കാനുള്ള തന്ത്രമെന്ന നിലയിൽ ഇറാൻ ഹോർമൂസ് അടച്ചുപൂട്ടുമെന്ന് നേരത്തെ തന്നെ അമേരിക്കൻ ബുദ്ധി കേന്ദ്രങ്ങൾ വിലയിരുത്തിയിരുന്നു. അതിനു മുമ്പേ തന്നെ ഇറാൻ്റെ ആത്മീയ നേതൃത്വത്തെ, ഇറാൻ്റെ ഭരണ നേതൃത്വത്തെ ഒക്കെ കീഴടക്കി നിയന്ത്രണം പിടിക്കാം എന്നായിരുന്നു അമേരിക്കയും ഇസ്രയേലും കണക്കുകൂട്ടിയത്. പക്ഷേ യുദ്ധം തുടങ്ങി ആദ്യ ദിനങ്ങളിൽ തന്നെ ഹോർമൂസിൽ പിടിമുറുക്കി ഇറാൻ അമേരിക്കൻ തന്ത്രജ്ഞരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു, അല്ലെങ്കിൽ പൂട്ടി. ഇതോടെ ആഗോള ചരക്ക് നീക്കം താളം തെറ്റി.
ലോകത്തിലെ മൊത്തം പെട്രോളിയം കയറ്റുമതിയുടെ 1/5 കടന്നു പോകുന്ന പാതയിലാണ് ഇറാൻ ഇങ്ങനെ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നത്. ഇതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. മാത്രമല്ല, ഹോർമൂസിലെ റിസ്ക് എലമെന്റ് കണക്കിലെടുത്ത് ചരക്ക് കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്ക് 10 ഇരട്ടിയായി കൂടുകയും ചെയ്തു. ഇതെല്ലാം ആഗോളതലത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ വളരെ പെട്ടെന്ന് തന്നെ ബാധിച്ചു തുടങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പ്രതിസന്ധി അമേരിക്കയിലേക്കും വളരെ വേഗമെത്തി. സ്വന്തമായി ഷെയിൽ ഗ്യാസും ഇന്ധന സമ്പത്തുമുള്ള അമേരിക്കയിൽ പോലും ആഭ്യന്തര വിലക്കയറ്റം അതിരൂക്ഷമായി. അതായത് അമേരിക്കയും ഇസ്രയേലും കരുതിയതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളത് ഈ 3 മാസം കൊണ്ട് തന്നെ വ്യക്തമായി കഴിഞ്ഞു. ചൈനയ്ക്കെതിരെയുള്ള സാമ്പത്തിക യുദ്ധത്തിൽ വിജയിക്കാൻ എണ്ണവില കുറച്ചു നിർത്തേണ്ടത് അമേരിക്കയുടെ വലിയ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനെ ലക്ഷ്യമിട്ടത്. പക്ഷേ കാര്യങ്ങൾ യൂ-ടേൺ അടിച്ച് അമേരിക്കയ്ക്ക് നേരെ വന്നു. നിലവിലെ സാഹചര്യം അമേരിക്കയുടെ വലിയൊരു ബലഹീനതയെ കൂടിയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ എണ്ണ സമ്പത്തിനെയാണ് എല്ലാ കാലത്തും അമേരിക്ക കണ്ണുവച്ചിട്ടുള്ളത്. ഇറാനുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതിൻ്റെ യഥാർത്ഥ കാരണവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തങ്ങളുടെ വലിയ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ അമേരിക്ക വിവിധ രാജ്യങ്ങളിൽ ഇടപെടുകയും തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഭരണകൂടങ്ങളെ വാഴിക്കുകയും വീഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഇതിലൂടെ അമേരിക്കയ്ക്ക് ആവശ്യമുള്ള എണ്ണയും ഊർജ്ജവും അവർ ഉറപ്പാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഷെയിൽ ഗ്യാസ് വിപ്ലവത്തിലൂടെ എണ്ണ പ്രകൃതിവാതക ഖനനം സാധ്യമാക്കിയതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ധന ഉൽപ്പാദന രാജ്യങ്ങളിൽ ഒന്നായി അമേരിക്ക മാറി. ഭൂമിയുടെ ഉപരിതലത്തിനടിയിലുള്ള കട്ടിയേറിയ ഷെയിൽ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രകൃതിവാതകവും എണ്ണയും നൂതന സാങ്കേതിക വിദ്യയിലൂടെ വൻതോതിൽ വേർതിരിച്ച് എടുക്കുന്നതിനെയാണ് ഷെയിൽ ഗ്യാസ് വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഇതിലൂടെ ഊർജ്ജ ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന അമേരിക്ക ഊർജ്ജ കയറ്റുമതി രാജ്യമായി മാറുകയും ചെയ്തു. 2000-ഓടെ സംഭവിച്ച ഒരു പ്രതിഭാസമാണത്. ഈ സാഹചര്യത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയത്. ഇറാനെ ആക്രമിച്ചാൽ എന്തായാലും ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ തങ്ങളെ അത് ബാധിക്കില്ല എന്ന് ഈ ഷെയിൽ വിപ്ലവവും മറ്റുമൊക്കെ മുന്നിൽ കണ്ട് ട്രംപും കൂട്ടരും കരുതി. പക്ഷേ ഹോർമൂസിലെ ഇറാൻ പൂട്ട് കാരണം ആഗോള വിപണിയിലെ വില പരിധി വിട്ട് ഉയർന്നതോടെ വിലക്കയറ്റവും ഇന്ധനക്ഷാമവും അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പ്രധാന കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾ അത്രമേൽ കുതിച്ചുയർന്നു എന്നുള്ളതാണ്. സമീപകാലത്ത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ കരുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI, പിന്നെ സെമി കണ്ടക്ടർ ചിപ്പുകൾ, ഡാറ്റാ സെൻറ്ററുകൾ എന്നിവയിലുണ്ടായ വൻ നിക്ഷേപങ്ങളാണ്. ആ മേഖലയിലുണ്ടായ വൻ നിക്ഷേപങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി വലിയ ഡാറ്റാ സെൻറ്ററുകൾ അമേരിക്കയിൽ കുതിച്ചു വരുന്ന സമയം കൂടിയാണ് ഇത്. വരാനിരിക്കുന്ന കാലത്ത് AI മത്സരശേഷി നിർണ്ണയിക്കുന്നത് ഈ ഊർജത്തിൻ്റെ തടസ്സമില്ലാത്ത ലഭ്യതയും അതിൻ്റെ വിലയുമായിരിക്കും എന്നത് മുൻകൂട്ടി കണ്ടാണ് അമേരിക്ക പല പുതിയ നീക്കങ്ങളും നടത്തുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഊർജം എന്നാൽ ഇപ്പോൾ ബുദ്ധി അഥവാ ഇൻ്റലിജൻസ് കൂടിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അവിഭാജ്യ ഘടകമായ ഡാറ്റാ സെൻറ്ററുകളുടെ പ്രവർത്തനത്തിന് വൻതോതിൽ ഊർജ്ജമാണ് ആവശ്യമായിട്ടുള്ളത്. ഗ്യാസിൽ പ്രവർത്തിക്കുന്ന പഴയ വിമാന എഞ്ചിനുകൾ രൂപമാറ്റം വരുത്തിയാണ് പല കമ്പനികളും ഇതിനായുള്ള ഊർജ്ജം കണ്ടെത്തുന്നത്. എണ്ണയും ഉപയോഗിച്ചാണ് അമേരിക്ക തങ്ങളുടെ ഊർജ്ജ ആവശ്യത്തിൻ്റെ 72% നിറവേറ്റുന്നത് എന്നതുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം. എന്നാൽ കഴിഞ്ഞ 50 വർഷമായി അമേരിക്കയിലെ പവർ ഗ്രിഡുകളിൽ കാര്യമായ നിക്ഷേപങ്ങളൊന്നും നടന്നിട്ടില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതാണ് അമേരിക്കയെ യഥാർത്ഥത്തിൽ തിരിഞ്ഞുകൊത്തിയത്. മാത്രമല്ല, ഹോർമൂസ് പ്രതിസന്ധി അമേരിക്കയുടെ IT വ്യവസായത്തെ നേരിട്ട് ബാധിക്കുകയും ചെയ്തു. ചിപ്പ് നിർമ്മാണത്തിന് അത്യാവശ്യമായ ഹീലിയത്തിൻ്റെ വിതരണത്തിന് വന്ന തടസ്സമാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇത് അമേരിക്കയുടെ IT ടെക് മേഖലയെ ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ട്. ലോകത്ത് ലഭ്യമാകുന്ന ഹീലിയത്തിൻ്റെ 40% ഉൽപ്പാദിപ്പിക്കുന്നത് ഖത്തറാണ്. ഹോർമൂസ് അടഞ്ഞതോടെ ഹീലിയം സ്റ്റോക്ക് തീരുന്ന സാഹചര്യം അമേരിക്കയിലുണ്ട്. മാത്രമല്ല, കൃത്രിമ വളങ്ങളുടെ പ്രധാന ചേരുവയായ അമോണിയ, നൈട്രജൻ എന്നിവയുടെ വൻതോതിലുള്ള ഉൽപ്പാദനവും നടക്കുന്നത് ഗൾഫ് മേഖലയിലാണ്. ഇതിൻ്റെ ലഭ്യത കുറഞ്ഞതോടെ വളങ്ങളുടെ വില കുതിച്ചുയരുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കാർഷിക മേഖലയും വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ചും വലിയ ജനവിഭാഗമായ സോയാബീൻ കർഷകർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ വൻതോതിൽ പിന്തുണച്ച വിഭാഗമാണ് ഈ സോയാബീൻ കർഷകർ. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രതിസന്ധി ട്രംപിനെ വല്ലാതെ നോവിക്കുന്നുണ്ട്. ഇതെല്ലാം ട്രംപും അമേരിക്കൻ ബുദ്ധി കേന്ദ്രങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നെത്തിയ പ്രതിസന്ധിയാണ്. ഇറാൻ കൊണ്ടുവന്ന പ്രതിസന്ധിയാണ്. അതായത് ഹോർമൂസ് തടസ്സപ്പെട്ടതോടെ ഇന്ധന വിതരണം മാത്രമല്ല താറുമാറായത് എന്ന അർത്ഥം. ആ പ്രതിസന്ധി എല്ലാ മേഖലയിലേക്കും കടന്നു കയറുകയാണ്. അമേരിക്കയിലെ ഗ്യാസ് സ്റ്റേഷനുകളിൽ ഇന്ധന വില വർധനവ് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഇതോടെ സാധാരണക്കാരുടെ ജീവിത ചെലവ് ഇൻഡെക്സ്, അതായത് ഒരു ദിവസത്തെ ജീവിത ചെലവ് വൻതോതിൽ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ, യുദ്ധം തുടങ്ങുമ്പോൾ മിക്ക രാജ്യങ്ങളുടെയും സംഭരണശാലകളിൽ ആവശ്യത്തിന് എണ്ണയും വാതകവും സ്റ്റോക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആ ബഫർ സ്റ്റോക്കുകൾ ഇപ്പോൾ തീർന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് നേരിട്ടുള്ള വിതരണത്തെ ആശ്രയിക്കേണ്ട നാളുകളാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പാവപ്പെട്ട രാജ്യങ്ങളെയാണ് ഇത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത്. പണമില്ലാത്തത് കൊണ്ട് അവർക്ക് എണ്ണ വാങ്ങാൻ കഴിയാതെ വരികയും അത് വലിയ ആഭ്യന്തര കലാപങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്തേക്കാം എന്നുള്ള ആശങ്കയും ഉയരുന്നുണ്ട്. ലോകം മൊത്തത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള വിലയിരുത്തലാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം ഒന്നടങ്കം പങ്കുവയ്ക്കുന്നത്. ഹോർമൂസ് തുറന്ന് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ പോലും തകർന്നടിഞ്ഞ വിപണി പൂർവ്വസ്ഥിതിയിലാകാൻ പിന്നെയും ഒരുപാട് സമയമെടുക്കാനാണ് സാധ്യത. എണ്ണവില അടുത്ത 6 മാസത്തേക്ക് $85 താഴേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലുകളാണ് അതുകൊണ്ട് തന്നെ വരുന്നത്. അതായത് കാര്യങ്ങൾ ശരിയായ രീതിയിൽ നീങ്ങിയാൽ പോലും ഒരു സ്വിച്ച് ഇടുന്നത് പോലെ അത്ര എളുപ്പത്തിൽ എണ്ണ വിതരണം പഴയപടി ആക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം കപ്പൽപാത വീണ്ടും സുരക്ഷിതമാണെന്നുള്ള ഒരു വിശ്വാസം, ഉറപ്പ്, അതെല്ലാം ആഗോള വിപണിയിൽ പ്രതിഫലിക്കാൻ വളരെയേറെ സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. കടലിടുക്ക് താൽക്കാലികമായി തുറന്നാൽ പോലും അതിലൂടെ ചരക്ക് നീക്കം നടത്താൻ ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും ഭയമായിരിക്കും. കാരണം ഇറാൻ അത്രത്തോളം മൈനുകളാണ് ഹോർമൂസിൽ വിതറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കപ്പലുകൾ മാത്രമേ അതിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ളൂ. ഇറാൻ അതിന് മാത്രമേ അനുവദിക്കുകയുമുള്ളൂ. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ കിട്ടുന്ന ഇന്ധനം മുഴുവൻ പല വലിയ രാജ്യങ്ങളും ഭീതിയുടെ പുറത്ത് കൂട്ടത്തോടെ വാങ്ങി സംഭരിക്കാനാണ് സാധ്യത. തങ്ങളുടെ തീർന്നുപോയ ഇന്ധന ശേഖരം വീണ്ടും നിറയ്ക്കാൻ വേണ്ടിയായിരിക്കും ആ നെട്ടോട്ടം. അതായത് ഇന്ധനം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പിന്നെയും സമയമെടുക്കുമെന്ന് അർത്ഥം. കടലിടുക്ക് തുറന്നാലും നമ്മളെ കാത്തിരിക്കുന്നത് വൻ പ്രതിസന്ധികളാണ് എന്ന് ഇതിലൂടെ നമുക്ക് പറയാം. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ചുങ്കം പിരിക്കുമെന്നുള്ള കാര്യവും ഉറപ്പായിരിക്കുകയാണ്. സംഘർഷത്തിന് മുമ്പ് സൗജന്യമായി തുറന്നിട്ടിരുന്ന ഒരു കടലിടുക്കാണ്. അവിടെയാണ് ഇറാൻ പണം ഈടാക്കി തുടങ്ങാൻ പോകുന്നത്. അത് വലിയ വിലക്കയറ്റത്തിലേക്ക് പിന്നീട് നയിക്കാനും സാധ്യതയുണ്ട്. ഇനി ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കിയാൽ, എണ്ണ ഉപഭോഗത്തിൻ്റെ 3/4 പങ്കും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് പിടിവിട്ടുയരുന്ന ഇന്ധനവില പല നിലകളിലാണ് പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ 50%, LPGയുടെ 90% ഇറക്കുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ചെയ്യുന്നത്. ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $120 അല്ലെങ്കിൽ $140 ഉയർന്നാൽ ഇന്ത്യക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ധനവില ഇനിയും കൂടിക്കൊണ്ടിരിക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ വളം, സൾഫർ എന്നിവയും ഇറക്കുമതി ചെയ്യുന്നത്. ഇത്തവണ എൽ നിനോ പ്രതിഭാസം കാരണം ഇന്ത്യയിലെ കാലവർഷം ദുർബലമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രവചനവും മറുഭാഗത്ത് നിൽപ്പുണ്ട്. ഒരു വശത്ത് മഴക്കുറവ്, മറുവശത്ത് വളങ്ങളുടെ കടുത്ത ക്ഷാമവും വിലക്കയറ്റവും. നമ്മുടെ കർഷകരെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണെന്നാണ് പ്രവചനം. അങ്ങനെ ഉണ്ടായാൽ സർക്കാരിന് വൻ തുക സബ്സിഡി നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും. എന്തായാലും ട്രംപും നെതന്യാഹുവും തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ തുടങ്ങിയ യുദ്ധം ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാമ്പത്തിക യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിക്കാൻ പോയിട്ട് സ്വന്തം ചെയ്തി കാരണം സ്വയം തോൽക്കേണ്ട സ്ഥിതിയിലേക്ക് ട്രംപ് അമേരിക്കയെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.